മനുഷ്യനിലും നന്മയിലും സ്നേഹത്തിലും സത്യത്തിലും വിശ്വസിക്കാനുള്ള ഒരു കാരണമാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. മനുഷ്യനിലും നന്മയിലും സ്നേഹത്തിലും സത്യത്തിലും നമുക്ക് വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമാണ് ഈ ഗാന്ധിഭവൻ കുടുംബം. ആ ഗാന്ധിഭവൻ കുടുംബം ഇന്നും ഇതുപോലെ തന്നെ പരസ്പരാശ്രിതമായി നിലകൊള്ളട്ടെ എന്ന് സ്നേഹപൂർവ്വം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്ന ശ്രീ സോമരാജനും ഒപ്പം എൻ്റെ മുൻ RDO ആയിരുന്നു നമ്മുടെ MD. ഞാൻ പത്തനംതിട്ട കളക്ടറായിരുന്നു, MDക്കും മറ്റിവിടെ സേവനം അനുഷ്ഠിക്കുന്ന ഓരോ വ്യക്തിയും അതിൽ എത്രമാത്രം സ്നേഹം ചാലിച്ചാണ് ദൈനംദിന പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ വന്നിട്ടുള്ള ഈ 1 മണിക്കൂറിൽ എനിക്ക് മനസ്സിലായി. അത് അവരാരും പറഞ്ഞിട്ടില്ല, പക്ഷെ അവരുടെ കൂടെ നടക്കുമ്പോൾ, അവരുടെ കൂടെ സംസാരിക്കുമ്പോൾ, അവരെ നോക്കുമ്പോൾ, അവരെ സ്പർശിക്കുമ്പോൾ നമുക്ക് ആ അനുഭൂതി ഉണ്ടാവും അല്ലേ? എപ്പോഴും സ്നേഹം എന്നുള്ളത് നമ്മൾ വാക്കുകളിൽ പറഞ്ഞറിയിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളോട് ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കുറവ് തവണയായിരിക്കും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നാളെ വാലന്റൈൻസ് ഡേയും കൂടാണ്. നമ്മുടെ ഇവിടുത്തെ യുവാക്കളൊക്കെ അറിയുന്ന ഒരു ദിവസമായിരിക്കും. ഞങ്ങളുടെ തലമുറയിലും അത്രയൊന്നും ആരും വാലന്റൈൻസ് ഡേ ആഘോഷിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ അത് വലിയ കാര്യമാണ്. ആണോ? ശരിക്കുന്നുണ്ട്. അപ്പം ഫെബ്രുവരി 14 എന്ന് പറയുന്ന എല്ലാവരും സ്നേഹത്തിന്റെ ആഘോഷമായി മാറ്റുന്ന ഒരു ദിവസമാണ് അല്ലേ? അപ്പോ അന്ന് ഒരുപാട് പേർ പരസ്പരം I love you എന്നുള്ളത് പറയും ലോകമെമ്പാടും. അങ്ങനെയുള്ളൊരു ദിവസമാണ് നാളെ വരാൻ പോകുന്നത്. പക്ഷെ ഇവിടെ ഗാന്ധിഭവനിൽ എന്നും വാലന്റൈൻസ് ഡേ ആണ് അല്ലേ? നിങ്ങൾ എന്നും പരസ്പരം സ്നേഹം അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. I love you എന്ന് 3 വാക്കുകളിൽ പറയുന്നില്ലായിരിക്കും, പക്ഷെ അതിലും ആഴത്തിലുള്ള പ്രവൃത്തികളിലൂടെ, പരസ്പരം പരിഗണനയിലൂടെ, പരസ്പരം പരിലാളനയിലൂടെ ആ സ്നേഹം നിങ്ങൾ എന്നും അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ കുറച്ചു നേരമെങ്കിലും പ്രത്യക്ഷമായി ഭാഗമാകാനും പരോക്ഷമായി ഇതിൻ്റെ പിന്നിൽ ഭാഗമാകാനും ഒക്കെ എനിക്കും കുടുംബത്തിനും കഴിയുന്നതിൽ ഏറെ സന്തോഷിക്കുന്നു, ഏറെ അഭിമാനിക്കുന്നു. മറ്റൊന്നും എനിക്ക് പറയാനില്ല. കാരണം നിങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ മനസ്സ് നിറയെ, ഉള്ള നിറയെ സ്നേഹമാണ് നിറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാക്കുകളിലും അതേ സ്നേഹത്തെക്കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. ആ സ്നേഹവും വിശ്വാസവും ആണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ മുന്നോട്ട് നയിക്കുന്ന 2 ശക്തികൾ എന്നുള്ളത്. നമുക്ക് നാളെയിലുള്ള ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് അല്ലേ? നാളെ രാവിലെ സൂര്യൻ ഉദിക്കും എന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ് നമുക്ക്. ഉദിക്കുവോ ഇല്ലയോ എന്നൊന്നും ആരും എഴുതി തന്നിട്ടൊന്നുമില്ല അല്ലേ? നമ്മൾ നമ്മുടേതായിട്ടുള്ള ചെറിയ ലോകത്തിൽ ഒരു പക്ഷേ മനുഷ്യർ പരസ്പരം വിശ്വസിക്കാതെ ഓരോ രേഖകളിൽ ഓരോ കാര്യങ്ങൾ ഒപ്പിട്ടൊക്കെ മേടിക്കാറുണ്ട് അല്ലേ? വിവാഹം പോലും ഒരു രേഖയിൽ ഒപ്പിട്ടാണ് നമ്മൾ വിവാഹമാക്കി തീർക്കുന്നത്. അപ്പം അങ്ങനെ മനുഷ്യർ പരസ്പരം എല്ലാത്തിനും കയ്യൊപ്പൊക്കെ വാങ്ങിച്ചാണ് വിശ്വാസം കൈപ്പറ്റുന്നത്. പക്ഷെ ഓരോ ദിവസവും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് പോലും അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ മാത്രമാണ്. അത് ആരും നമുക്ക് ഒരു കരാറും ഒപ്പിട്ട് തന്നിട്ടില്ല അല്ലേ? അപ്പൊ ആ ഒരു പ്രപഞ്ചത്തിലുള്ളൊരു വിശ്വാസം, ആ ഒരു ശക്തിയിലുള്ള വിശ്വാസം, പ്രപഞ്ച ശക്തിയിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, പ്രകൃതിയിലുള്ള വിശ്വാസം, ഇതിൻ്റെയൊക്കെ സമാനമായിട്ടുള്ള